ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മണി പ്ലാന്റ് വളരെ എളുപ്പത്തിൽ റൗണ്ട് ഷേപ്പിൽ ഡെക്കോർ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ചട്ടിയിലേക്ക് എന്തെങ്കിലും പഴയ വയറോ ഇരുമ്പ് കമ്പിയോ എന്തെങ്കിലും എടുത്ത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നേരെ ചട്ടിയിൽ വെക്കുക. അതിനുശേഷം മണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മണി പ്ലാന്റ്, ഈ മണി പ്ലാന്റ് ഞാൻ കുറച്ച് മുന്നേ തന്നെ നട്ടിട്ട് കുറച്ച് ലെങ്ത്തിൽ വന്നതായിരുന്നു. അതിന് സാധാ മണ്ണിലാണ് ഞാൻ ആദ്യം പോയത്. നമ്മൾ പോട്ടിംഗ് മിശ്രിതം എന്ന് പറയാൻ മണ്ണും കുറച്ച് ചാണകപ്പൊടിയും മിക്സാക്കിയ മണ്ണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വളർത്തിയെടുത്ത കുറച്ച് ലെങ്ത്തിൽ വളർത്തി വന്ന് മണി പ്ലാന്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ വയറിന് ചുറ്റി കൊടുക്കുക. അത് ചുറ്റി ആദ്യത്തെ റൗണ്ട് ചുറ്റി തരുമ്പോൾ തന്നെ ഞാൻ അടുത്തതും ചുറ്റിയിട്ടുണ്ട്. ഇത് ഇന്ന് കാണാൻ ഭയങ്കര സ്റ്റൈലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് സെറ്റായി വരും. അപ്പം നമുക്ക് നല്ല റൗണ്ടിൽ തന്നെ ഇത് ചുറ്റിയെടുക്കാൻ പറ്റും. അത് കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മളെ ഈ പിന്നെ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് പൂവെല്ലാം കൊണ്ട് പോകുന്ന മറ്റേ വാലിൽ കൂടിയില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. നല്ല ഭംഗിയുണ്ടാവുന്നതാണ്. പിന്നെ ഈ മണി പ്ലാന്റ് എനിക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇനി വെള്ളത്തിലിട്ടിട്ടാലും ശരി, മണ്ണിൽ വെച്ചിട്ടാലും ശരി, എനിക്ക് വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. മണി പ്ലാന്റ് അറിയാമല്ലോ, മണി പ്ലാന്റ് പോത്തോസ് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഇപ്പോൾ എല്ലാവരും വീടുകളിലായാലും ഷോപ്പിലായാലും എല്ലാം വെക്കുന്നുണ്ട്. മണി പ്ലാന്റ് നമുക്ക് കെയറിങ് വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ടാത്ത ചെടിയാണ് മണി പ്ലാന്റ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മണി പ്ലാന്റ് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, അത് ഹാങ്ങിങ് ആയാലും ശരി, മുകളിലോട്ട് വളർത്താനായാലും ശരി, നല്ല ബുഷിയായിട്ടായാലും ശരി. ഞാൻ ഒരുപാട് റൂമുകളിലെല്ലാം മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ബുഷിയാക്കി വളർത്താൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ചെയ്തിട്ട് കുറച്ചുകൂടി കട്ടിങ് പീസ് എടുത്തിട്ട് അത് നടുക്ക് കുത്തി വെച്ചാൽ ബുഷിയായിട്ട് പോയി ഇതിന് ഈ റൗണ്ടിൽ തന്നെ ഇത് വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കാൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ പോട്ട് ചെറുതായി പോയി, ചിലപ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. പോട്ട് വാങ്ങിക്കാൻ പോകാനും ഒന്നും പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ലാസ്റ്റ് എല്ലാം കൂടി കഴിഞ്ഞ് വെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിട്ടുണ്ട്.